നീ റെഡി ആയിട്ടിരുന്നോ, ഞാൻ ദാ എത്തി എന്ന് പറഞ്ഞ ഒരാളെ കാത്തിട്ടാട്ടോ ഞാൻ ഇരിക്കുന്നത്. ന്യൂ ഇയറിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇനി കാത്തിരുന്നിട്ടാണോ ആൾ വരാത്തതെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കാത്ത് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ ഏട്ടൻ എത്തിയിട്ടുണ്ട്. ഏട്ടൻ ഓഫീസ് വിട്ട് വന്നിട്ട് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇരുട്ടാവണതിന് മുന്നേ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഗേറ്റ് കടച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. തിരുവേഗപ്പുറം പാലത്തിന് അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. നല്ല ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു റീൽ എടുക്കണം, പിന്നെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയണം, അത്ര പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ എത്തിയത്. പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ റീൽ ഷൂട്ട് ചെയ്തു. സംഭവം വലിയ രസമായില്ലെങ്കിലും ആ ഷൂട്ട് ചെയ്ത പ്രോസസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പണിയായുധങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചേരം വർത്താനം പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ അധികം നേരം ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നുണ്ടല്ലോ. പിന്നെ ആളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം നേരം അവിടെ നിൽക്കണമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് വന്നു. ഇതിപ്പോൾ പാലത്തിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്ന സീനാട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന വഴിക്ക് കുറച്ച് ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ 2025 പറഞ്ഞു വിടുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെയാണ് 2025 ബായ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വീടെത്തിച്ച് വേഗം ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മൾ 2026 വെൽക്കം ചെയ്യാൻ ഓൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.